പുരാതന കാലത്ത് പല ക്ഷത്രിയ രാജാക്കന്മാർ തങ്ങളുടെ ശക്തിയും അധികാരവും അഹങ്കാരത്തോടെ ദുരുപയോഗം ചെയ്തു. ജനങ്ങൾ കഷ്ടപ്പെട്ടു. മുനിമാർക്ക് പോലും തപസ്സു ചെയ്യാൻ കഴിയാത്ത അധർമ്മം ലോകത്ത് നിറഞ്ഞു. ഇത് കണ്ട ദേവന്മാർ വിഷ്ണുവിനോട് ശരണം ചേർന്നു. അപ്പോൾ വിഷ്ണു ജമദഗ്നി മുനിയുടെയും രേണുകാദേവിയുടെയും പുത്രനായി പരശുരാമനായി അവതരിച്ചു. പരശുരാമൻ ശിവനോട് കടുത്ത തപസ്സു ചെയ്തു. അഹങ്കാരത്തെ നശിപ്പിക്കുന്ന പരശു കൊടാരി വരമായി നേടി. ഒരു ദിവസം അഹങ്കാരത്തോടെ നിറഞ്ഞ ഒരു രാജാവ് പരശുരാമന്റെ പിതാവായ ജമദഗ്നി മുനിയെ വധിച്ചു. അത് പരശുരാമന്റെ ഹൃദയം അഗ്നിയായി കത്തിച്ചു. അദ്ദേഹം പരശു ഉയർത്തി അധർമ്മത്തിലാണെന്ന് ക്ഷത്രിയ രാജാക്കന്മാരെ 21 പ്രാവശ്യം ശിക്ഷിച്ചു. ഇത് പ്രതികാരം അല്ല, ധർമ്മത്തിന്റെ ശുദ്ധീകരണമായിരുന്നു. ശേഷം പരശുരാമൻ ആയുധം വച്ച് തപസ്സും ശാന്തിയും തിരഞ്ഞെടുത്തു.